ഓരോ ജില്ലകളിൽ നിന്നും വന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. ജില്ലകളിലെ പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക. അനന്തകൃഷ്ണൻ പണം വാങ്ങിയ ജനപ്രതിനിധികളുടെ അടക്കം മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സായിഗ്രാമം ഡയറക്ടർ കെ.എൻ. അനന്തകുമാറിനെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികളെ പ്രതിയാക്കുമോ എന്നത് സുപ്രധാനമായ ചോദ്യമാണ്. പണം നഷ്ടമായവരുടെ മൊഴിയെടുക്കുക എന്നതും ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയാണ്. പകുതി വിലയിൽ സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും തയ്യൽ മെഷീനും വാങ്ങിയവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. 65,000 പേർക്ക് സാധനങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അനന്തകൃഷ്ണന്റെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. കൈമാറിയ തൊണ്ടിമുതലുകൾ കസ്റ്റഡിയിൽ വാങ്ങി സൂക്ഷിക്കുക പ്രായോഗികമല്ലാത്തതിനാൽ രേഖപ്പെടുത്തി കൈമാറാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. വിപുലമായ പദ്ധതിയിലൂടെ അന്വേഷണം നടത്തിയാലും കേസുകളുമായി ബന്ധപ്പെട്ട ഓരോ കുറ്റപത്രം തയ്യാറാക്കാൻ സമയമെടുത്തേക്കും. കേസിൽ നിലവിൽ അനന്തകൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ജില്ലകളിലും നടന്ന തട്ടിപ്പുകളിൽ 100-ലധികം പ്രതികളുണ്ടെന്നാണ് പ്രാഥമിക വിവരം. തൊണ്ടിമുതലുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കണം. ഓരോരുത്തരുടെയും പങ്ക് പരിശോധിച്ചും വേണം അറസ്റ്റിലേക്ക് കടക്കാൻ. ഇതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് ഉറപ്പ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.